ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും പേരൂർക്കടയിൽ നിന്ന്. ഉമേഷ്, പേരൂർക്കടയിലേക്ക് കൂടുതൽ ചെറുവാഹനങ്ങളും വാഹന പ്രചാരണ ജാഥകളും പദയാത്രകളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ട അതേ കാഴ്ച, അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ കാഴ്ച അവിടെ ആവർത്തിക്കുകയാണ്. അതൊരു ജനമഹാസമുദ്രമായിരിക്കുന്നു. അവിടെ ക്രെയിനിലേറെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ആകാശം മുട്ട ഉയർന്ന വോട്ട് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ ശശി തരൂരൊക്കെ ഇങ്ങനെ ആകാശത്തോളം ഉയർന്ന വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. പേരൂർക്കടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉമേഷ്, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആകാശത്തോളം ഉയർന്നുകൊണ്ടിപ്പോൾ BJP പ്രവർത്തകർ വോട്ട് തേടുകയാണ്. BJP സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. അത് പേരൂർക്കട സ്ഥാനാർത്ഥിയുണ്ട്, കുടപ്പനക്കുന്ന് സ്ഥാനാർത്ഥിയുണ്ട്, ഒപ്പം തൊട്ട് സമീപത്തുള്ള മണ്ണാമൂല വാർഡിലെ സ്ഥാനാർത്ഥികളുണ്ട്. ഇത്തരത്തിൽ സമീപത്തെ എല്ലാ വാർഡിലെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വാർഡിലെ സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ പേരൂർക്കട ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവർക്ക് CPM-ന്റെ സ്ഥാനാർത്ഥി 2 വാർഡുകളിലെയും കുടപ്പനക്കുന്ന് വാർഡിലെയും പേരൂർക്കട വാർഡിലെയും സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥികളും എത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ LDF-ഉം UDF-ഉം NDA-യും പൂർവാധികം ശക്തിയോടെ ആരാണ് കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുക എന്ന് കൃത്യമായി ഒരു മത്സരബുദ്ധിയോടുകൂടി കൊട്ടിക്കലാശം ആവേശമാക്കുകയാണ്. ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ. ഈ ഒരു മാസം നീണ്ടുനിന്ന പരസ്യമായ ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ട് തേടിയുള്ള പ്രചാരണം, ആ പ്രചാരണത്തിന് ഇനി അവസാനമാവുകയാണ്. ഈ അവസാനമാവുന്ന നിമിഷം, ഈ മണിക്കൂറുകൾ, ഓരോ മിനിറ്റുകളും ആവേശമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ മുന്നണികളും ആർജവത്തോടെ, വാശിയോടെ, മത്സരബുദ്ധിയോടെ മുന്നിലുണ്ട്. നമ്മൾ ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിലായതുകൊണ്ടാണ് ഏറ്റവും താഴെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ശബ്ദവും കോലാഹലങ്ങളും പൂർണ്ണതോതിൽ നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ടാണ് കുറച്ച് മുകളിൽ കയറുന്നത് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ. അത്രത്തോളം ആവേശമാണ്. നമ്മൾ സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശ പ്രകടനങ്ങൾ, അതും ഒരു കൊട്ടിക്കലാശത്തിന് ഇത്രത്തോളം വലിയ ആവേശം എത്താറുള്ളത്. എന്നാൽ ഈ ക്രെയിനിലെല്ലാം കയറി നിന്നുള്ള ഒരു പ്രചാരണം, അത് തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആദ്യമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറും ഒപ്പം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായ വി ജോയും വി മുരളീധരനും അടക്കമുള്ളവർ സമാനമായ രീതിയിൽ ക്രെയിനിന്റെ മുകളിൽ കയറി നിന്ന് വോട്ട് തേടിയിരുന്നു. എന്നാൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയിൽ ഒരു വലിയ ആവേശത്തോടു കൂടി ഒരു വോട്ട് നേടുന്നത് അതും ആദ്യം തന്നെയാണ്. എന്തായാലും മത്സര കാഴ്ചകൾ അത് അവസാന ഘട്ടത്തിലും ശക്തമായി തന്നെ മുന്നിലുണ്ട്. വിജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.